ലോകത്തെ മുഴുവനായും പ്രതിസന്ധിയിലേക്ക് എടുത്തെറിഞ്ഞൊരു യുദ്ധം അതിന്റെ സർവനാശ സ്വഭാവത്തിൽ തലയ്ക്ക് മുകളിൽ മൂർച്ചയേറിയ ഒരു വാളുപോലെ നിൽക്കുന്നതിനിടെ അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് നഗരം അതിന്റെ ചുവപ്പ് പരവതാനി അലങ്കരിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഡോൾബി തിയേറ്റർ വീണ്ടും അണിഞ്ഞൊരുങ്ങും. ലോക സിനിമ വിധി കേൾക്കാൻ പാഞ്ഞെടുക്കും. ഇന്ധന പ്രതിസന്ധി ജനജീവിതം ദുസ്സഹമാക്കുന്നതിനിടെ, സ്വയം തുടങ്ങിവെച്ച യുദ്ധം തിരിച്ചടിക്കുന്നതിനിടെ അമേരിക്ക 98ാമത് അക്കാദമി അവാർഡ് പ്രഖ്യാപനത്തിനായി ഒരുങ്ങുന്നു. ഇടഞ്ഞു നിൽക്കുന്നവരെ അകറ്റി നിർത്തുന്ന രാജ്യം പക്ഷേ ഇത്തവണ സ്വന്തം മണ്ണിൽ റെഡ് കാർപ്പറ്റ് ഒരുക്കുന്നത് ഒരു ഇറാനിയന് കൂടെ വേണ്ടിയാണ്. ഫലസ്തീനിലെ ഇസ്രായേൽ ക്രൂരതയ്ക്കിരയായി ജീവൻ ബലിയർപ്പിച്ച ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഓർമ്മകൾക്ക് കൂടെയാണ്. അവളുടെ ശബ്ദം ഓർത്തുകൊണ്ടാണ്. ലോകം ഒന്നാകെ അശാന്തി വിടറി ഭരണകൂടങ്ങൾ അടികളും തിരിച്ചടികളും പോർമുഴക്കങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഓസ്കറിൽ വന്നു നിറയുന്നത് അതിനെല്ലാം വില കൊടുക്കേണ്ടി വന്ന മനുഷ്യരുടെ കഥകൾ കൂടിയാണ്. തീർത്തും പൊളിറ്റിക്കലായി ചുട്ടുപൊള്ളുന്ന പുത്തൻ ഓസ്കാർ. യുദ്ധം അവസാനിക്കും. നേതാക്കൾ പരസ്പരം കൈകൊടുക്കും. വൃദ്ധ രക്തസാക്ഷിയെ തന്റെ മകന്റെ തിരിച്ചുവരവും കാത്തിരിക്കും. ആ പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കും. ആ കുട്ടികൾ അവരുടെ വീരനായ പിതാവിനെയും. എന്റെ മാതൃഭൂമി വിറ്റതാരെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് വില കൊടുക്കേണ്ടി വന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫലസ്തീനിയൻ കവി ദർവീഷിന്റെ പ്രസിദ്ധമായ വാക്കുകളാണ്. നാളെ നടക്കാനിരിക്കുന്ന ഓസ്കറിൽ വീണ്ടും ഒരുപക്ഷെ ഈ വാക്കുകൾ ഓർമ്മിക്കപ്പെടും. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വംശഹത്യയുടെ നേർസാക്ഷ്യമായിരുന്നു ഇത്തവണ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ദ വോയിസ് ഓഫ് ഹിന്ദ് റിജാബ്. 300ഓളം ബുള്ളറ്റുകൾ ഫയർ ചെയ്ത് ഇസ്രായേലി ഭരണകൂടം തകർത്തു കളഞ്ഞ ഒരു കാറിൽ മൃതദേഹങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന മരണത്തെ ചെറുക്കുന്ന ഹിന്ദ് റിജബ് എന്ന 6 വയസ്സുകാരിയുടെ കഥയാണത്. അതിന്റെ ആഴം മനസ്സിലാക്കാൻ ഒരൊറ്റ സീനിൽ തെളിയുന്ന എഴുത്തുമതി. ഈ സിനിമയിൽ ഉപയോഗിച്ച വോയിസ് യഥാർത്ഥ ഹിന്ദ് റജബിന്റെ ടെലിഫോൺ സംഭാഷണമാണെന്ന്. ഊണലും ഉറക്കത്തിലും അവിടെ നിന്നങ്ങോട്ട് അവളുടെ ശബ്ദം നിങ്ങൾക്കുള്ളിലെ മനുഷ്യത്വത്തെ അലട്ടും, ഉറക്കം കെടുത്തും. വെനീസ് ഫെസ്റ്റിവലിൽ 23 മിനിറ്റ് നേരത്തെ നീണ്ട സ്റ്റാൻഡിംഗ് ഒവേഷനാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ സിനിമയിലെ ലീഡ് ആക്ടർക്ക് ഓസ്കാറിലേക്ക് പ്രവേശനമില്ല. ഫലസ്തീനിയൻ ആയതുകൊണ്ട് US തന്നെ ബാൻ ചെയ്തിരിക്കുന്നുവെന്ന് മോത്താസ് മിൽഹീസ് പറഞ്ഞിരുന്നു. അതേ വേദിയിലേക്കാണ് ഇറാനിയൻ ചലച്ചിത്രകാരനായ ജാഫർ പനാഹി എത്തുന്നത്. ഇറാനിയൻ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ സിനിമ ആയുധമാക്കിയതിന് 6 വർഷത്തെ തടവും 20 വർഷത്തെ ബാനും ലഭിച്ച പനാഹി ജയിലിലെ നിരാഹാര സമരത്തെ തുടർന്ന് തടവ് 3 മാസത്തിൽ പിൻവലിക്കേണ്ടി വന്നു. പുറത്തിറങ്ങിയ പനാഹി വിലക്ക് ധിക്കരിച്ച് സിനിമകൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. ഇറാനിലെ സാധാരണക്കാരും സ്ത്രീകളും അയാളുടെ കഥകൾക്ക് പാത്രമായി. ഏറ്റവും ഒടുക്കം ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന സിനിമ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ തിളങ്ങി. ജയിലിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന തടവുകാരിൽ നിന്നാണ് അയാൾ കഥ മെനഞ്ഞത്, കൂടെ സ്വന്തം അനുഭവങ്ങളും. ജയിലിൽ അതിക്രൂരമായി ദ്രോഹിച്ച ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അപ്രതീക്ഷിതമായി കണ്ടെത്തുന്ന അയാളുടെ ജയിലിലെ മർദ്ദനത്തിന്റെ ആഘാതം ഇന്നും പേരെ ജീവിക്കുന്ന വാഹിദിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. അധിനിവേശം ഇറാനോടും ഇറാൻ തിരിച്ചും എന്ത് ചെയ്യുന്നുവെന്ന് ലോകം ഉറ്റുനോക്കുന്ന വേളയിൽ ഇറാൻ ഇറാനികളോട് എന്താണ് ചെയ്തതെന്ന് അയാൾ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ബ്രസീലിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ഓർമ്മിപ്പിക്കുകയാണ് സീക്രട്ട് ഏജന്റ്. ബ്രസീലിയൻ ജനതയ്ക്ക് ഇന്നും നീറ്റലുണ്ടാക്കുന്ന മുറിവാണ് ആ കാലമെന്ന് സിനിമ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഇരുന്ന ഇരിപ്പിൽ കാഴ്ചക്കാരനെ മരവിപ്പിച്ച് കളയുന്ന സിറാത്ത്. കാണാതാകപ്പെടുന്ന മനുഷ്യരെ തേടിയുള്ള യാത്ര തലനാരിടയിലും നേർത്ത സിറാത്ത് പാലത്തിന്റെ പരീക്ഷണങ്ങളിലേക്ക് നയിക്കുകയാണ്. ഈ വർഷത്തെ ഫോക്കസ് പോയിന്റ് നേടുന്ന പോൾ ആൻഡേഴ്സന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും വംശീയതയുടെ പാവങ്ങൾ സിനിമാറ്റിക് പീക്കിൽ ഒരുക്കുന്ന അധികാരത്തിന്റെ കടന്നുകയറ്റങ്ങളെ വാമ്പയറാക്കി പ്രതിഷ്ഠിക്കുന്ന സിന്നേഴ്സും ഓസ്കാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഫാസിസത്തെയും ഭരണകൂട വേട്ടകളെയും വംശീയ വിദ്വേഷങ്ങളെയും തുറന്നു കാട്ടുന്ന സിനിമകളാണ് ഇക്കുറി മത്സരത്തിനിറങ്ങുന്നത്. ആ സുവർണ മനുഷ്യൻ ഏതൊക്കെ കരങ്ങളിലേക്ക് പോകും, എവിടെ വാഴും, എന്ത് വീഴ്ത്തും എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. സിനിമയ്ക്ക് പുറത്തും ആ വേദി രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെയും തെറ്റുതിരുത്തലുകളുടെയും കൂടെ ആവുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി. യുദ്ധത്തെ, കെടുതികളെ, ലോകത്തങ്ങിങ്ങായി വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ ഓസ്കാർ വേദി പലതവണ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വൈറ്റ് സുപ്രീമിസ്റ്റുകളുടെ കരങ്ങളിൽ നിന്നും അക്കാദമി ലോകത്തെങ്ങുമുള്ള മനുഷ്യരുടെ കഥകളിലേക്ക് ഇറങ്ങി വന്നിട്ട് അധിക കാലമായിട്ടില്ല. എങ്കിലും തിരുത്തലുകളുടെ ഈ കാലത്തെ യുദ്ധം ഓസ്കറിൽ എങ്ങനെ അലയടിക്കുമെന്ന് കാത്തിരുന്നറിയാം.